ഇത്തവണത്തെ UDFിന്റെ മന്ത്രിസഭയിലെ ഒരു സുപ്രധാന വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ്. വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളും പരിപാടികളും നടപ്പിലാക്കേണ്ട കേരളത്തിൻ്റെ ഒരു ഏജൻസി കൂടിയാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലുകൾ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ കാലത്ത് ഉണ്ടായ PM ശ്രീ വിവാദങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്തവണ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ കൂടിയ രാഷ്ട്രീയ തന്മയത്വം കൂടി പ്രകടമാക്കേണ്ടി വരും. മാത്രമല്ല, ലീഗ് ഇത്തവണ ആ വകുപ്പ് ഏറ്റെടുക്കരുത് എന്ന ആവശ്യം നായർ സർവീസ് സൊസൈറ്റി ആവട്ടെ, SNDP ആവട്ടെ, ചില കത്തോലിക്ക സഭകളൊക്കെ പരസ്യവും രഹസ്യവുമായി അത് പങ്കുവച്ചിട്ടുമുള്ളതാണ്. അപ്പോൾ ഈ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് അത് ലീഗിന് തന്നെ നൽകുമോ, ലീഗിന് ഏറ്റെടുക്കുമോ എന്ന ചോദ്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ തീരുമാനം ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ വകുപ്പ് വിഭജനത്തിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി കൂടി പ്രകടമാക്കുന്ന തീരുമാനമായി കൂടി അത് മാറും എന്നതാണ്. BV അരുൺ നമുക്കൊപ്പം അതിൻ്റെ രാഷ്ട്രീയം പങ്കുവയ്ക്കുന്നുണ്ട്. അരുൺ, ലീഗിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുമോ? ഈ ചോദ്യം ഉയരാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. നിലവിലെ സാധ്യതകൾ എങ്ങനെയാണ്? കോൺഗ്രസ് അതിന് തയ്യാറാകുമോ, ലീഗ് അതിന് വഴങ്ങുമോ? UDF മന്ത്രിസഭകളിൽ മുസ്ലിം ലീഗാണ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്നത്. അതിനിപ്പോൾ വിദ്യാഭ്യാസത്തിന് പുറമെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വകുപ്പ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ രണ്ട് വകുപ്പുകളും ലീഗ് ആവശ്യപ്പെടുകയാണ്. എന്നാൽ കോൺഗ്രസ് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ സൂചനകളും വിവരവും. കാരണം ലീഗിൻ്റെ കാലത്ത് പലപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് കുത്തഴിഞ്ഞു പോയെന്ന വിമർശനം ശക്തമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മികച്ച രീതിയിൽ V ശിവൻകുട്ടി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൂടി പൊതുവിൽ അംഗീകരിക്കപ്പെട്ട രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. നന്നായി വകുപ്പ് കൊണ്ടുപോകാൻ V ശിവൻകുട്ടിയെ കഴിഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഏത് വകുപ്പും ഏത് മന്ത്രിസഭയും താരതമ്യം ചെയ്യപ്പെടുക തൊട്ട് മുമ്പത്തെ വകുപ്പുമായും ആ മന്ത്രിസഭയുമായും മന്ത്രിയുമായും ഒക്കെയാകും. ഈ UDFിൻ്റെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് താരതമ്യം ചെയ്യപ്പെടാൻ പോകുന്ന V ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രിയുമായി ആയിരിക്കുമെന്നുള്ളത് അവരുടെ വെല്ലുവിളികൾ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. അത്തരമൊരു മനസ്സാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് ആ വകുപ്പ് വിട്ടുകൊടുക്കില്ല. അത്ര എളുപ്പമാകില്ല ലീഗിൽ നിന്ന് വകുപ്പ് തിരിച്ചെടുക്കുക എന്ന വലിയ പാപക്കറ ലീഗിന് മേലുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തതിൽ. അതിൽ നിന്നൊരു മാറ്റം വരുത്തണം. വളരെ വിദ്യാസമ്പന്നരായ വളരെ പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നേതാക്കൾ ഇപ്പോഴും ലീഗിലുണ്ട്. പ്രത്യേകിച്ചും N ശംസുദ്ദീൻ ഉൾപ്പെടെ പേരുകളാണ് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തേക്ക് അവർ ഉയർത്തിക്കാട്ടുന്നത്. ആബിദ് ഹുസൈൻ തങ്ങൾ ഒരു സാധ്യതയായിരുന്നു അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ വളരെ പക്വതികളായ നേതാക്കൾ വിദ്യാഭ്യാസ വകുപ്പ് നന്നായി കൊണ്ടുപോകുമെന്ന ആത്മവിശ്വാസം ലീഗിനുണ്ട്. അതുകൊണ്ട് ഇത്തവണ കൂടി അത് വിട്ടു നൽകണമെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വയ്ക്കും. പക്ഷേ കോൺഗ്രസ് അത് വിട്ടുകൊടുക്കാൻ ഇടയില്ല. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസവും ആരോഗ്യവും കൈകാര്യം ചെയ്യണമെന്ന ആവശ്യമാണ് പൊതുവിലുള്ളത്. നേരത്തെ LDFിലും ഘടകകക്ഷികൾക്കായിരുന്നു വിദ്യാഭ്യാസം ഒരു ഘട്ടം വരെ CPM നൽകിയിരുന്നത്. 2006 അതിനൊരു മാറ്റം വന്നത്. MA ബേബിയെ വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിക്കുകയായിരുന്നു CPM. അതിനു മുമ്പ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനൊക്കെയായിരുന്നു വകുപ്പ് നൽകിയത്. പിന്നീട് തുടർച്ചയായി CPM സർക്കാർ 3 സർക്കാരുകളിലും CPM തന്നെ അത് ഏറ്റെടുത്തു. ആ മാതൃക പിന്തുടരണമെന്നാണ് കോൺഗ്രസ് ഉയരുന്ന ആവശ്യം. ഒരു കാരണവശാലും വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ്. പക്ഷേ അത്രത്തോളം സമ്മർദ്ദം ചെലുത്തി ലീഗിൽ നിന്ന് വകുപ്പ് പിടിച്ചെടുക്കാനുള്ള നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാകുമോ എന്ന് സംശയമാണ്. പ്രത്യേകിച്ചും VD സതീശന് വലിയ പിന്തുണയാണ്, അകമഴിഞ്ഞ പിന്തുണയാണ് മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നൽകിയത്. VD സതീശൻ്റെ ഏറ്റവും വലിയ ശക്തികളിലൊന്നും ലീഗിൻ്റെ അകമഴിഞ്ഞ പിന്തുണയായിരുന്നു. അതുകൊണ്ട് തന്നെ വെറുപ്പിക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യം ബാക്കിയാണ്. എങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് സൂചനകളനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് തന്നെ കൈവശം വയ്ക്കും. ലീഗിന് മറ്റ് വ്യവസായ വകുപ്പ് പോലുള്ള മറ്റ് പ്രധാന വകുപ്പുകൾ വിട്ടു നൽകാനാകും കോൺഗ്രസിൻ്റെ തീരുമാനം. അതാണ് സാഹചര്യം. എന്തായാലും ഈ വകുപ്പുകൾ വിട്ടു നൽകുമോ എന്ന ചോദ്യത്തിന് കോൺഗ്രസ് വഴങ്ങുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം കണ്ടെത്തേണ്ടി വരും. എന്തായാലും ലീഗ് തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പിൽ തുടരാനുള്ള സാധ്യതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. കാരണം ഇതുവരെ ഇത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് വന്ന സർക്കാർ അല്ലെങ്കിൽ മുന്നണി നേതൃത്വം ഇനി ഈ കേസിൽ വഴങ്ങിക്കൊടുക്കേണ്ട സാഹചര്യം അവർക്ക് മുന്നിലില്ല. അതൊരു പൊതുവികാരമാണ്. അതുകൊണ്ട് എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് തന്നെ എന്നതാണ് കൂടുതൽ സാധ്യതയായി നമുക്ക് പ്രതീക്ഷിക്കാനാവുന്ന ഒരു കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.